നമസ്കാരം. അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അന്യോന്യത്തിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കേരളത്തിൻ്റെ ആകെ വേദനയായി മാറിയ ഷഫീഖാണ്. ഒപ്പം തന്നെ നമ്മുടെ ആകെ അഭിമാനമായി മാറിയ രാഗിണിയും. തങ്കം തോളിലിറങ്ങിക്കോ, പാലു തരാം പീപ്പി തരാം അമ്പിളി മാമനെ കാട്ടിത്തരാം. വാ വാ വാവോ വാ വാ വാവേ വാ വാ വാവോ വാ വാ വാവേ. നമസ്കാരം മോനെ. എന്തോ അറിയട്ടെ. എന്തോ മോന്റെ പേരെന്താ? ഷഫീഖ്. മോൻ ആരുടെ മടിയിലായിരിക്കണേ? ആരാണത്? ഇതാരാ? മോന്റെ ആരാ ഇത്? മോനെ എണ്ണാനറിയോ? 1 2 3 എണ്ണാനറിയോ? വെടുക്കൻ വെടുക്കൻ. അമ്മനാണ് രാഗിണിയെ മോൻ വിളിച്ചത്. അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് ഇപ്പോഴും. മോന്റെ അമ്മയായി കഴിഞ്ഞു. വാവച്ചി എന്നാണോ മോനെ വിളിക്കുന്നത്? വാവച്ചി. ആദ്യം വാവച്ചിയുടെ അടുത്ത് പോയ 2ാമത്തെ ദിവസം കൊണ്ട് കുഞ്ഞാലാന്നാ വിളിച്ച. ഇപ്പോഴും അതാണ് അവന് ഇഷ്ടം. പിന്നെ കൊഞ്ചുന്നതിൽ ഇഷ്ടം കൂടിയത് കൊണ്ട് വാവാച്ചി, തക്കുടൂസെ, ചക്കരച്ചെല്ലം, അങ്ങനെ മുത്താരി മുത്തുക്കിളി വിളിക്കണം. അങ്ങനെ ഒത്തിരി ഉണ്ട്. 1 കൊല്ലമായി അവന് നോക്കാൻ തുടങ്ങിയിട്ട്. അതെ. എങ്ങനെയാണ് അവൻ്റെ അമ്മയാവാനുള്ളൊരു അവസരം ഉണ്ടായത്? ഞാൻ അങ്ങ് അഴുത പ്രോജക്റ്റിൻ്റെ, ഏലപ്പാറ പഞ്ചായത്തിൻ്റെ അഴുത പ്രോജക്റ്റിൻ്റെ അംഗൻവാടി ഹെൽപ്പറാണ്. അംഗൻവാടിയിലെ ICDS ഓഫീസറാണ് വാവാച്ചിയെ ഇങ്ങനെ നോക്കാൻ പോകാമോ എന്ന് ചോദിച്ചത്. എൻ്റെ കൂട്ടത്തിൽ ICDS സൂപ്പർവൈസർ കൊച്ചുറാണി, ICDS സൂപ്പർവൈസർ സതി ഇവരൊക്കെ ചേർന്നാണ് അവസരം ഉണ്ടാക്കി തന്നത്. അത് ജില്ലാ ഓഫീസർക്ക് അറിയിച്ചു. കുമിളിയിൽ അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും കടുത്ത പീഡനത്തിനിരയായി ഷഫീഖ് എന്ന വാർത്ത പുറത്തു വന്ന ദിവസം തന്നെ ആ കാര്യം അറിഞ്ഞിരുന്നോ? ശ്രദ്ധിച്ചിരുന്നോ ആ വാർത്ത? ഹൈറേഞ്ച് ചാനല് എഴുതി കാണിക്കും, പിന്നെ ശരിക്കും കാണുമായിരുന്നു. അങ്ങനെ ശരിക്കും പ്രാർത്ഥിച്ചു. അന്ന് ഇവന് നോക്കാനൊരു അവസരം കിട്ടുമെന്നൊന്നും അറിയില്ല. ഇല്ല, അറിയത്തില്ല. പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ ഓർമ്മയില്ലേ? കുറേ കാണാനേ പറ്റത്തുള്ളൂ, ജോലിക്ക് പോകുന്നുണ്ട്. അച്ഛനും അമ്മയും 2 മതങ്ങളിൽപ്പെട്ടവർ വിവാഹം കഴിച്ചുണ്ടായ ഒരു കുട്ടി. അമ്മ ഇട്ടിട്ട് പോയി. അച്ഛൻ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്നു. ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി എന്ന മട്ടിൽ അവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയായിരുന്നു വാർത്ത. ആ കുട്ടി രക്ഷപ്പെടുമോ എന്ന് നമ്മളെല്ലാവരും, മലയാളികൾ മുഴുവൻ സംശയിച്ച കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വെല്ലൂർ കൊണ്ടുപോയി ആ കുട്ടിയെ അവിടെ നോക്കാൻ വേണ്ടി ഇവരുടെ ബന്ധുക്കളായ ഒരു ദമ്പതികൾ അവിടെ എത്തി. അവരും നോക്കാതെ ഇട്ടിട്ട് പോയി. അപ്പോഴാണ് ഒരു ആയയെ ആവശ്യം ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ വന്നത്. അപ്പോഴല്ലേ അപേക്ഷ അയച്ചത്? അപേക്ഷയല്ല അയച്ചത്. ഞാൻ വാവച്ചിയുടെ കൂടെ പോകുന്നതിൻ്റെ ഒരു 6 മാസമായിരിക്കും. ആലുവാന്ന് തോന്നുന്നു. ആ സ്ഥലം ശരിക്കും എനിക്കറിയത്തില്ല. അവിടെയുള്ള ഈ ഒരു മെഷീനറിയാണ് അനാഥ പിള്ളേരെ നോക്കാൻ. അപ്പം ഓഫീസിൽ അറിയിച്ചെന്നിങ്ങനെ അംഗൻവാടി ഹെൽപ്പറിനെയോ വർക്കറിനെയോ കിട്ടണം, കല്യാണം കഴിക്കാത്തവരായിരിക്കണം, പ്രായം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഓഫീസർ അത് പൊതുവെ മന്ത്ലി മീറ്റിങ്ങിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം ശോഭന സാറ് അങ്ങനെ പറഞ്ഞു. എല്ലാവരും ഫോൺ നമ്പറൊക്കെ എഴുതിയെടുത്തു. അപ്പം ഞാനും ഫോണിൽ വിളിച്ച്, എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമായിരുന്നു, ഫോണിൽ വിളിച്ച് ചോദിച്ചു. ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ കാലമാകും വീടുമായിട്ടൊന്ന് ബന്ധം വെക്കാൻ. അപ്പം എൻ്റെ അപ്പാടെ ശരിക്കും കൃഷ്ണമണിയാണ് ഞാൻ. ഞങ്ങൾ 3 ചേച്ചിയും ഇളയത് അങ്ങനെ ഒരാളുണ്ട്. എൻ്റെ അപ്പയുണ്ട്, അമ്മയുണ്ട്,
ചേച്ചിമാരുടെ പിള്ളേരൊക്കെ ആയിട്ട് നല്ലൊരു കുടുംബം, നല്ല സന്തോഷമുള്ളൊരു കുടുംബം. അപ്പം അത് ഇട്ടിട്ട് പോകാനൊരു മടി തോന്നി. പിന്നെ ശരിക്കും ശോഭന സാറിനും എൻ്റെ ബാക്കിയുള്ള എൻ്റെ മേലധികാരിക്കൊക്കെ അത്യാവശ്യം എന്നെ അറിയായിരുന്നു. 10-15 വർഷമായില്ലേ ജോലി ചെയ്തിട്ട്. അപ്പോൾ ആ ഇത് വെച്ച് രാണി പോകാമെന്ന് വെച്ച് പോകാമെന്ന് പറഞ്ഞു. നാട്ടിൽ തന്നെ ഒരു ജോലി, ചെറുതാണെങ്കിലും സന്തോഷമുള്ളൊരു ജോലി, കുട്ടികളായിട്ട് അംഗൻവാടിയിൽ ഇടപെടുന്ന ഒരു ജോലി, അത് വിട്ടിട്ട് അന്യ സംസ്ഥാനത്ത് മരിച്ചു പോവുകയോ ജീവിക്കുകയോ എന്നറിയാത്ത ഒരു കുഞ്ഞിനെ എത്ര കാലം എന്നറിയാതെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ സത്യത്തിൽ അതൊരു ജോലിയായിട്ടാണോ കണ്ടിരുന്നത്? അല്ല, അതിൻ്റെ അപ്പുറത്ത് അതിന് എന്തെങ്കിലും പുണ്യമായിട്ടോ മറ്റോ തോന്നിയിരുന്നോ? എല്ലാവരും TV കണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ, എല്ലാവരും അതിശയിക്കുന്ന പോലെ, എല്ലാവരും കരയുന്ന പോലെയാണ് വാവേനെ ഞാൻ വാർത്തയിൽ കൂടെ കാണുന്നത്. അപ്പം പെട്ടെന്ന് എൻ്റെ പേര് വന്നപ്പം തമ്പുരാൻ എന്നെയാണ് കരുതി വെച്ചത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം, അതിനൊരു വിലയുണ്ട്. പിന്നെ എൻ്റെ അപ്പാടെ നന്മ, എൻ്റെ അമ്മയുടെ നന്മ, അവർ എൻ്റെ കൊച്ചു തൊട്ടാൽ രക്ഷപ്പെടുമെങ്കിൽ എത്ര കാലം വേണേലും വച്ചോന്ന് എൻ്റെ അപ്പ പറഞ്ഞായിരുന്നു. ഞാനൊക്കെ പോകുന്ന നേരത്തെ എനിക്ക് ഒത്തിരി വിഷമമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വീട് വിട്ട് മാറിക്ക് നിൽക്കിയ ഒരു പെണ്ണാണ്. അപ്പോൾ ഒത്തിരി വിഷമമുണ്ടായിരുന്നു. അവിടെ ചെന്ന് അപ്പോൾ ഒരു ആയിയും നോക്കുന്ന കുട്ടിയും തമ്മിലുള്ളൊരു ബന്ധമേ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാവുള്ളൂ. എപ്പോഴാണ് ഇവൻ സ്വന്തം മകനെ പോലെ ആയി എന്നൊരു തോന്നൽ ഉണ്ടായത്? സാറേ, ഞാൻ 18 വയസ്സ് മുതൽ അംഗൻവാടി ഹെൽപ്പറാണ്. അതായത് അംഗൻവാടി ടീച്ചറിനെക്കാട്ടിലും ഇച്ചിരി കൂടെ പിള്ളേരായിട്ട് ഇഴുകിച്ചേരുന്നത് അംഗൻവാടി ഹെൽപ്പറാണ്. പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും ആഹാരം വിളമ്പി കൊടുക്കുന്നത് ഒരു അമ്മയാണ്. അപ്പം ഇത്ര ദിവസം ഹെൽപ്പറായിട്ട് നിന്നിട്ടില്ല. ശരിക്കും ഞാൻ നോക്കിയ പിള്ളേരിൽ എല്ലാവരുടെ അമ്മയായിട്ട് നിന്നിട്ടുള്ളൂ. 9 മണി മുതൽ 3:30 വരെ ഞാൻ ശരിക്കും അവരുടെ അമ്മയായിട്ട് തന്നെ ജീവിച്ചിട്ടുള്ളൂ. ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് വാവയുടെ അന്ന് ഞാനിപ്പോൾ ഓഗസ്റ്റ് 16-ാം തീയതിയാണ് വാവയെ ICB കയറുന്നത്. ICB കയറുന്ന വാവയെ കണ്ട് കരഞ്ഞായിരുന്നു. വാവയെ സിസ്റ്റേഴ്സ് ഇങ്ങനെ നെഞ്ചത്ത് അനങ്ങുമില്ലായിരുന്നു. കായ് ചുരുണ്ട കൊച്ചായിരുന്നു, കാലിങ്ങനെ ചുരുണ്ടിരിക്കുന്ന കൊച്ചായിരുന്നു. കഷ്ടിച്ചൊരു 5 കിലോ വരത്തുള്ളൂ. നല്ല കറുത്തിട്ട കൊച്ച്. പിന്നെ ദേഹത്തൊക്കെ ശരിക്കും പാടുകളുണ്ടായിരുന്നു. മെലിഞ്ഞിട്ട കൊച്ചായിരുന്നു. ദേഹത്തൊക്കെ മീൻ ചെതുമ്പിൾ പോലെ ഉണ്ടായിരുന്നു. കാലൊക്കെ ഇങ്ങനെ വിരിച്ചൊരു കൊച്ചായിരുന്നു കിടന്നത്. അനക്കമൊന്നുമില്ലായിരുന്നു. ട്യൂബ് ഉണ്ട് ദേഹത്തൊക്കെ. അപ്പം ഇങ്ങനെ പറഞ്ഞു കൊച്ചിനെ ഒന്ന് അനങ്ങി കാണണമെന്ന് പറയുമ്പോൾ സിസ്റ്റേഴ്സ് ഇങ്ങനെ നെഞ്ചത്ത് അമക്കിയപ്പം തുണി മാറ്റിയപ്പം വാരിയലൊക്കെ ഇങ്ങനെ എണ്ണിയെടുക്കായിരുന്നു. അതിലിങ്ങനെ അമക്കിയപ്പം സിസ്റ്ററിൻ്റെ 5 കൈയും ഇങ്ങനെ പതിഞ്ഞിരുന്നു. എന്നിട്ട് ഒരു അത്ര പാടിൽ അമക്കിയിട്ടാണ് വാവ ഒരു 15 അരമണിക്കൂർ ശ്രമിച്ച് കാണും. അത് കഴിഞ്ഞാണ് കണ്ണ് തുറന്നത്. ഞാനും എൻ്റെ അപ്പായും ചൈൽഡ് ലൈൻ്റെ ജോസാറാണ് കയറി കാണുന്നത്. എല്ലാവരും കരഞ്ഞു. ഉമ്മയും കൊടുത്തിട്ടാണ് 17-ാം തീയതി മുതൽ അംഗൻവാടിയിലെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫ് ആയിട്ട് കയറുന്നത്. അപ്പം മുതൽ അവയുടെ അമ്മയാണ് ശരിക്കും. മോൻ എപ്പോഴാണ് രാഗിണിയെ അമ്മയായിട്ടോ രക്ഷകയായിട്ടോ എപ്പോഴും അടുത്തുള്ള ആളായിട്ടോ ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങിയത്? ആദ്യം അവൻ്റെ ചെവിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാ ദൈവങ്ങളുടെയും നാമം ചൊല്ലിക്കൊടുത്ത്, എല്ലാ മതത്തിൻ്റെയും നാമം ചൊല്ലിക്കൊടുത്ത്, അന്നേരം വാവാച്ചി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഉമ്മ കൊടുത്തപ്പം 4-ാമത്തെ ദിവസം തൊട്ട് വാവാച്ചി 3-ാമത്തെ ദിവസം തൊട്ട് വാവാച്ചി രാത്രി കരയുന്നുണ്ടായിരുന്നെന്ന്. രാവിലെ ഞാൻ 7:30 പോകും. അന്നേരം കണ്ണിങ്ങനെ ഒരു സൈഡ് കൊണ്ട് ചേച്ചി ഇങ്ങനെ നോക്കിക്കിടക്കും. ഇങ്ങനെ ഒരു ചവയുണ്ടായിരുന്നു എപ്പോഴും, ഇങ്ങനെ പല്ലുകടി. അതും ചവച്ചിങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ മനസ്സിലായി തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയാൻ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പല്ലടിക്കുന്നത്. പക്ഷെ അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഉമ്മ കൊടുക്കുന്ന ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ അവൻ്റെ ശരീരത്തെ എല്ലാ ഭാഗങ്ങളിലും എൻ്റെ കൈ തല കൊടുക്കുന്നുണ്ടായിരുന്നു. കൈ പിടിച്ചു കൊടുക്കണം, കാല് പിടിച്ചു കൊടുക്കണം, തിരിച്ചു കിടത്തും, അവരുടെ കൂടെ ചേർന്ന് തന്നെ തുടയ്ക്കും. ഇവനെ അച്ഛനും അമ്മയൊക്കെ കൂടി ആശുപത്രി കൊണ്ടുവന്നപ്പോഴാണ് മർദ്ദനമേറ്റ കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞത്. ആദ്യം വന്ന വാർത്തകൾ ഈ കുഞ്ഞിൻ്റെ തല പിടിച്ച് ചുമരിൽ ഇടിച്ചിട്ടോ മറ്റോ, തലയ്ക്ക് വലിയ ക്ഷതമേറ്റിരിക്കുന്നു, ജീവിക്കാൻ സാധ്യതയില്ല എന്നൊക്കെയാണ്. രാഗിണി ചെന്ന് കാണുമ്പോഴും ജീവിക്കാൻ സാധ്യതയില്ലാത്തൊരു കുഞ്ഞ് എന്നാണോ എല്ലാവരും ഡോക്ടർമാരും ഒക്കെ വിചാരിച്ചിരുന്നത്? കണ്ണ് തുറന്നാലും ട്യൂബിൽ കൂടെ ആഹാരം പോയാലും എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ വാവയെ കിട്ടിയ സത്യത്തിനൊരു ജീവനില്ലാത്ത കുട്ടിയാണെന്നേ കരുതാൻ പറ്റത്തുള്ളൂ. ഇതിലെന്താന്ന് വെച്ചാൽ ഇത്ര പേര് ഇരുന്നിട്ട് തന്നെ ആണ് ഗവൺമെൻറ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തിരിച്ച് വാവാച്ചിയെ വേറൊരു രൂപത്തിലോ വേറൊരു രീതിയിലോ കൊണ്ടുവരുന്ന കഠിനമായ പ്രാർത്ഥനയും ശ്രമവും ഉണ്ടായിരുന്നു. കുട്ടിയെ ഗവൺമെൻറ് ഏറ്റെടുത്തു. ആദ്യം ചികിത്സ മാത്രമാണ് ഏറ്റെടുത്തത്. പിന്നീട് എല്ലാ ചികിത്സയും ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ തന്നെ ഏറ്റെടുത്തു.
ആ ഘട്ടത്തിൽ ആയൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാമെന്ന് ആലോചിച്ചിരുന്നുവെന്നും ആയയായിട്ട് രാഗിണിയെ കൂടെ നിർത്തേണ്ടതില്ല എന്ന് എവിടെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കേട്ടപ്പോൾ രാഗിണിക്ക് ബ്ലഡ് പ്രഷറൊക്കെ വ്യത്യാസം വന്ന് ആശുപത്രിയിൽ കിടക്കേണ്ട സ്ഥിതി വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. 1 മാസമാണ് എനിക്ക് ഡ്യൂട്ടി തന്നേക്കുന്നത്. പക്ഷേ 1 ദിവസം ഡ്യൂട്ടി തന്നാലും 3 മാസത്തെ ലീവാണ് ഗവൺമെൻറ് എഴുതിയെടുത്തത്. അപ്പം 1 മാസം കഴിഞ്ഞ ഉടനെ വാവ 4ാമത്തെ ദിവസം കൊണ്ട് രാണിയെ തിരിച്ചറിഞ്ഞു. എനിക്ക് വാവയുടെ കൂടെ ശരിക്കും ഇഷ്ടമാണ്. പക്ഷെ 1 മാസത്തെ ഡ്യൂട്ടിയാണ് എനിക്ക് തന്നത്. 1 മാസമായപ്പോൾ എനിക്ക് വാവയെ വിട്ട് പിരിയാതായി. 1.5 മാസമായപ്പോൾ ഞങ്ങൾ രണ്ടും പിരിയാതായി. അങ്ങനെ ഇരിക്കുമ്പം ഡോക്ടർ തരീസാറിനോടാണ് എല്ലാം പറയുന്നത്. അപ്പോൾ 1 മാസം തീരാറായപ്പം സ്വാഭാവികമായിട്ട് ജോലി തീർന്ന് തിരിച്ച് പറഞ്ഞ വേറെ ആളെയാണല്ലോ ആവശ്യം. അപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞ് 2 മാസം കൂടെയുള്ളൂ, ഇവിടെ 3 മാസത്തെ ട്രീറ്റ്മെൻറ്റാണ് വാവയ്ക്ക്, 2 മാസത്തെ കൂടെയുള്ളൂ, താൻ ഇനി വേറൊരാളെ എന്തിനാ, താൻ ഇന്നുകൂടെ അങ്ങനെയെന്ന് പറഞ്ഞു. അത് അങ്ങനെ പറയാൻ കാരണം എന്നെയും വാവച്ചി ശരിക്കും മനസ്സിലാക്കിയത് ഡോക്ടർ തരീസാറാണ്. അപ്പം ശരിക്കും ഞാൻ അമ്മയാണെന്നും ശരിക്കും എൻ്റെ മരുന്നിൻ്റെ ഒപ്പം എൻ്റെ സ്നേഹവും അവിടെ വലുതായിരുന്നെന്നും ഡോക്ടർ തരീസാറാണ് മനസ്സിലാക്കിയത്. തരീസാർ ഈ ഇടയ്ക്കാണ് അത് പറയുന്നത്. അത് നടക്കാനിടയില്ല, വേർപിരിയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ 3 മാസം ബ്ലഡ് പ്രഷർ ഉണ്ടായോ? വിഷമമുണ്ടായിരുന്നു. വിഷമമുണ്ട്, ഒത്തിരി കിടക്കേണ്ടത് അങ്ങനെ ക്ഷീണം വയ്യാഴിയൊന്നും വന്നില്ല. വയ്യാഴിയായിട്ടല്ല, ഞാൻ ശരിക്കും തുറന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. മുനീഷ് സാറിന് വിളിച്ചു പറഞ്ഞു. അപ്പം 3 മാസം കഴിഞ്ഞാണ് ഇവർ എന്നെയും വാവയെ 2 വണ്ടിയിലായിരിക്കും കൊണ്ടുപോകുന്നതെന്നാണ് എൻ്റെ ചിന്ത. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾ 2 പേരും 2 വണ്ടി, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഗോപാലകൃഷ്ണ സാറിനോടും ICDS ജില്ലാ ഓഫീസർ പുഷ്പരാജൻ സാറിനോടും മന്ത്രി സാറിനോട് നേരിട്ട് വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ 2 പേരും പിരിക്കല്ലേ, ആ ഒരു പാവം ചെയ്യല്ലേ. മന്ത്രി മുനീറിനോടും പറഞ്ഞു? ഫോണിലാണോ പറഞ്ഞത്? എന്ത് പറഞ്ഞു മന്ത്രി? അപ്പം വിഷമിക്കേണ്ട, തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നടന്നപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നി. പക്ഷെ 6 മാസമാണ് നീണ്ടു കിട്ടിയത്. പിന്നെ അങ്ങനെ അവിടുത്തെ ചികിത്സയും കഴിഞ്ഞു. വെല്ലൂരിൽ നിന്ന് വരാൻ ഇഷ്ടമല്ലായിരുന്നു. വെല്ലൂരിലെ അന്തരീക്ഷം ഭയങ്കരമായിരുന്നു. രാണിക്കും ഷെവീക്കിനും ആദ്യം കിട്ടിയ സ്വർഗമാണ്. അവിടെ സന്തോഷത്തിൻ്റെ മാത്രമേ ഉള്ളൂ. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വാവയ്ക്ക് വേദനിക്കേണ്ടി വന്നിട്ടുണ്ട്. 24 മണിക്കൂറും ഒരു വയ്യാത്ത കൊച്ചിനെ ചുമക്കേണ്ടിയ വിഷമം എങ്ങനെയാണെന്നറിയാലോ, അതുണ്ടായിരുന്നു. പക്ഷെ ഭാവി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് നിന്നു. പിന്നെ അങ്ങനെ കഴിഞ്ഞോടനെ പിന്നെ സ്വതറിലേക്കാണ് വരുന്നത്. അപ്പോൾ 6 മാസം നീട്ടി കിട്ടി. അപ്പോൾ 6 മാസം നീട്ടി കിട്ടിയതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ 6 മാസം തീർന്ന് പിന്നെ വെല്ലൂർക്ക് പോകാറായപ്പം സ്വതറിലെ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു കരയുന്നുണ്ടായിരുന്നു, വാവയെ പിരിയുമായിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിരിയത്തില്ല. വാവയുടെ കൂടെ തന്നെ നിൽക്കാൻ സർക്കാർ അനുവദിച്ചു. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആരൊക്കെ വരുമെന്നൊരു പേടി. അപ്പം വെല്ലൂരിൽ നിന്ന് ശരിക്കും വരുന്ന ഇഷ്ടമല്ലായിരുന്നു. അത് തൃപ്തിയാണ്. പക്ഷെ അവിടെ ഇരുന്നപ്പോൾ പത്രത്തിൽ കണ്ട് വാവയെ ദത്ത് കൊടുക്കുവാന്ന്. അപ്പോൾ ഇവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ പത്രത്തിലാണ് അറിയുന്നത്. ആദ്യം മാതൃഭൂമിയിലാണ് അറിയുന്നത്. ഒത്തിരി കരഞ്ഞു. അന്നേരം മുനീഷ് സാറിന് ആദ്യം വിളിക്കുന്നത്, ജഡ്ജി സാറിന് വിളിച്ചു. എനിക്ക് വളർത്താൻ പറ്റുമോ, പക്ഷെ നമുക്ക് സാമ്പത്തികം ഇവിടെ വേണം. കൊച്ചു വാവ നോർമൽ കൊച്ചല്ല. അപ്പം ലക്ഷങ്ങൾ വേണം. ഡോക്ടേഴ്സിനെ അറിയുന്ന പോലെ എനിക്കറിയാം വാവച്ചിയെക്കുറിച്ച്, എൻ്റെ കൂടുതലും കുറവുകളും. അപ്പം സാറ് പറഞ്ഞു, എന്ത് ചെയ്യാം, നിങ്ങൾ 2 പേരെയും. മുൻഷി സാറ് പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, കരയേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ആശുപത്രിയിൽ, ഈ മെഡിക്കൽ കോളേജിൽ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു, ഇവിടെ പാർപ്പിക്കുന്നു. ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ച് എത്ര കാലം നിൽക്കാനാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ? ഇവിടെ വന്നു കഴിഞ്ഞാലും, അതായത് വെല്ലൂർ കഴിഞ്ഞുള്ള 2ാമത്തെ സ്വർഗം, അത് പറയാനേ പറ്റില്ല. വാവയ്ക്ക് ഇത്ര വലിയ സൗഭാഗ്യം തമ്പുരാൻ വച്ചിട്ടുണ്ടായിരുന്നു, ഓർത്തേയില്ല. ഒത്തിരി കെഞ്ചി പ്രാർത്ഥിച്ചിട്ടുണ്ട്, വാവയെ എന്നെയുണ്ട് നരകത്തിലിട്ടേക്കല്ലേന്ന്. മുന്നേ സാറൊക്കെ പറഞ്ഞത്, ജീവിതകാലം മൊത്തം നിൽക്കാം, തന്നെയും കൊച്ചിനെ പിരിക്കത്തില്ല, വാവാച്ചി തൻ്റെയാണ്, നിങ്ങൾ അമ്മയും മോനും സന്തോഷമായിട്ട് ജീവിക്കണം, ഇതാണിപ്പം നിങ്ങളുടെ വീട്, നിങ്ങൾ 2 പേരും അവർ ഏറ്റെടുത്തിട്ടുണ്ട്, എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ഗവൺമെൻറ്റിനോട് അറിയിക്കാം, ഞങ്ങൾ പറ്റുന്ന പോലെ വന്ന് കാണും, ഒരു കുറവും വെക്കത്തില്ല, എപ്പോഴും സന്തോഷമായിട്ട് 2 പേരെ ഇരിക്കണം, ഇടിക്കുക എന്ന് പറഞ്ഞു. അത് ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നാട്ടിൽ നിന്ന്? സുഹൃത്തുക്കളോ പരിചയമുള്ളവരോ ഒക്കെ കാണുന്നവർ പെട്ടെന്ന് വന്നിട്ട് മലയാളികളായാലും വർത്തമാനം പറഞ്ഞിട്ട് പറയും, കുറേ കാലം ഇങ്ങനെ തലോടി നടന്നോ, താൻ തൻ്റെ ജീവിതം നോക്കാതെ വേറെ എന്തെങ്കിലും
വാവയാന്നിരുന്ന് കഴിഞ്ഞാൽ വാവ കുറേ കഴിഞ്ഞ് ആരെങ്കിലും ദത്തെടുത്ത് കഴിഞ്ഞ് മാറും. പിന്നെ ഒറ്റപ്പെട്ടു പോകും. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഇപ്പം അമ്മ വളർത്തമ്മയാന്നും ആയിയാന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ കുറേ കാലം കഴിഞ്ഞിട്ട് പത്രത്തിൽ കാണാം ഷെഫീഖിൻ്റെ കല്യാണത്തിന് വളർത്തമ്മ രാഗിണി വന്നായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവനെ നോക്കിയിട്ടില്ലെങ്കിലും ഇവനെ ഉപദ്രവിച്ചതാണെങ്കിലും ഇവനൊരു വാപ്പയുണ്ട്. ഇവനെ പെറ്റ ഉത്തരവാദിത്വമൊന്നും നിറവേറ്റിട്ടില്ലെങ്കിലും പെറ്റ ഒരമ്മയുണ്ട്. അവരാരെങ്കിലും നാളെ എന്തെങ്കിലും അവകാശവാദം ഉന്നയിച്ചു വരും. അതൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, തലവേദന സൃഷ്ടിക്കും, അന്നും കരയേണ്ടി വരും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉള്ള പേടികളുണ്ടോ? പ്രസവിച്ചാൽ മാത്രം അമ്മയാവത്തില്ല. സ്ത്രീ എന്ന് പറയുന്നത് ശുദ്ധിവൃത്തിയുള്ളതാണ്. അത് ഞാനായിക്കോട്ടെ ആരായിക്കോട്ടെ. അമ്മയുടെ പാല് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ വാവ അതാണ് ആദ്യം ചോദിച്ചത്. അപ്പം വാവയ്ക്കത് കിട്ടിയില്ല. വാവയ്ക്ക് കൊടുക്കാൻ അർഹതപ്പെട്ടവർ കൊടുത്തില്ല. വാവ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അതിന് സമൂഹം മറുപടി പറയണം. അപ്പം അവൻ്റെ സന്തോഷമായിരിക്കണം വലുത്. ഏതൊക്കെ അവകാശം വന്നാലും ഏതൊക്കെ അവകാശങ്ങൾ ചോദിച്ചു വന്നാലും വാവയ്ക്ക് ചുമ്മാ ഇങ്ങനെ വരത്തില്ലല്ലോ. എന്തൊക്കെയോ പുറകിലുണ്ടായിരുന്നു, എന്തൊക്കെയോ ആയിട്ടുണ്ട്. പക്ഷെ വൈരാഗ്യം ഉണ്ടാക്കാനോ മത്സരിക്കാനോ തയ്യാറല്ല. പക്ഷെ അവയ്ക്ക് നീതിയും കിട്ടണം. വാവാച്ചി എൻ്റെ മാത്രമായിരിക്കണം. ഒരു ഘട്ടത്തിൽ ഷഫീഖിൻ്റെ അമ്മ, പ്രസവിച്ച അമ്മ ഷഫീഖിനെ കാണാൻ വരികയുണ്ടായി. ആശുപത്രി കിടക്കുന്ന ഒരു സമയത്ത്. രാഗിണിക്ക് വരുന്നതിന് മുമ്പാണ്. ഷഫീഖിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് മാസ്ക് ഒക്കെ കെട്ടി. ഷഫീഖിൻ്റെ വാപ്പ ഒരു മതത്തിലും അമ്മ വേറൊരു മതത്തിലുമാണ്. അമ്മ എന്ന് വന്നപ്പോൾ ചില മതതീവ്രവാദികളോ വർഗീയവാദികളോ ഒക്കെ ഇതൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നും വാർത്തകളുണ്ടായിരുന്നു അന്ന്. അങ്ങനെയുള്ള എന്തെങ്കിലും ദുഷ്ട മനസ്സുള്ള ആളുകളൊക്കെ ഇടപെട്ട് നാളെ കൂടുതൽ വിവാദങ്ങൾ എന്തെങ്കിലും ഇതിൽ കൊണ്ടുവന്നാൽ അങ്ങനെയൊക്കെ പേടിയുണ്ടോ? ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ കുറവുകൾ തുറന്നു പറയാൻ നമ്മുടെ ഗവൺമെൻറ് ഉണ്ട്. ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഞാൻ ഗവൺമെൻറ് പറയുന്ന എന്ത് കേൾക്കുമെന്നാണ് പറഞ്ഞാൽ ഇഷ്ടമല്ലേലും എൻ്റെ ഭാവി വിട്ടിട്ട് പോകാൻ പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കും. പക്ഷെ അത് എന്നാ നല്ല വശവും കൊള്ളാത്ത വശം കാണുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റും നാട്ടുകാരും ഒക്കെ ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇത്രോ എന്നെ ബാബയും ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെക്കാട്ടിലും ഞങ്ങൾ അറിയുന്ന ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒന്നാകണമെന്ന്. അതിൻ്റെ ബലത്തിലാണ് ഭാവി ഞാനിപ്പോൾ ഒന്നായത്. ഇങ്ങനെയുള്ള ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത ഇതുപോലെ തെരുവുകളിൽ നിന്നും ഒക്കെ കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തിയിരുന്ന മദർ തെരേസയെ പോലുള്ള വലിയ ആളുകളുണ്ട്. അവർക്ക് പുറകിൽ വലിയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു, വലിയ ശക്തി ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇതുപോലൊരു വലിയ കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിനൊരു ഉറപ്പുണ്ട്. അത് എവിടെ നിന്ന് കിട്ടുന്നു രാഗിണിക്ക്? ദൈവഭക്തി ഉണ്ടെങ്കിൽ എന്ത് നേടിയെടുക്കാം. എന്തെങ്കിലും സ്വന്തം കുടുംബം ഉണ്ടാവണം എന്നും ഒക്കെ എല്ലാ സ്ത്രീകളെ പോലെയും എല്ലാ സാധാരണക്കാരെ പോലെയും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഉണ്ടോ? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മുമ്പ് കല്യാണം കഴിഞ്ഞു മക്കളൊക്കെ ആയിട്ടിരുന്നേനെ. വാവയുടെ അമ്മയാകത്തില്ലായിരുന്നു. രാഗിണിയെ പോലെ തന്നെ മനോഘടനയൊക്കെ ഉള്ള മനസ്സുകൊണ്ട് മോനെ സ്നേഹിക്കാനൊക്കെ കഴിയുന്ന ആരെങ്കിലും രാഗിണി മനസ്സിലാക്കിക്കൊണ്ട് മോനെയും കൂടി അംഗീകരിച്ചുകൊണ്ട് ഒരു ജീവിതം തുടരാൻ തയ്യാറായിട്ട് രംഗത്ത് വരികയാണെങ്കിൽ അപ്പോഴും ഇതേ തീരുമാനം തന്നെയായിരിക്കും. എൻ്റെ അപ്പ അമ്മ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഓഫീസേഴ്സ് അല്ലെ കേരളത്തിലെ ഒത്തിരി നല്ലവർ എല്ലാവരും സാർ ഉൾപ്പെടെ സന്തോഷിക്കും. പക്ഷെ എൻ്റെ വാവ സന്തോഷിച്ചില്ലെങ്കിൽ തിരിച്ച് വരുന്ന ആളെ സ്നേഹിക്കും. ഞങ്ങൾ രണ്ടുപേരെയും സ്വീകരിക്കുന്ന ആളെ സ്നേഹിക്കും. എൻ്റെ വാവ അംഗീകരിച്ചില്ലെങ്കിൽ, എൻ്റെ വാവയ്ക്ക് ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതുകൊണ്ട് അങ്ങനൊരു സാഹചര്യം ആലോചിച്ച് ഇപ്പോൾ ഒരു തീരുമാനമൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ അപ്പം ആലോചിക്കാമെന്നാണ്. തമ്പുരാൻ അത് വിട്ടുകൊടുക്കുകയാണ്. അതായത് ഞാൻ അങ്ങനെ ആകത്തിലൊന്ന് മത്സരിക്കാൻ അത്ര വലിയ ആളല്ല. പക്ഷെ വാവയുടെയും ഞാനും സന്തോഷമായിട്ടുള്ളൊരു ജീവിതമാണ്. സന്തോഷമാണ്, അത് പറയാൻ പറ്റത്തില്ല സാറേ. തമ്പുരാനാണ് ഷെഫീഖായിട്ട് എൻ്റെ മടിയിൽ വന്നേക്കുന്നത്. അതിൻ്റെ ആ ഒരു സുഖമുണ്ട്. എൻ്റെ അപ്പ അമ്മയെ കാണണം, എൻ്റെ കൂടപ്പറപ്പങ്ങളെ കാണണം, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരെ കാണണം ഷെഫീഖിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട്. അതല്ലാതെ വേറെ സ്വപ്നങ്ങളൊന്നുമില്ല. രാഗിണി നേരത്തെ പറഞ്ഞു കാണുന്ന സമയത്ത് കൈ രണ്ടും ചുരുണ്ട്, കാലൊക്കെ ചുരുണ്ട്, കറുത്ത്, മേലൊക്കെ ചെതുമ്പല് പൊങ്ങിയ, ജീവൻ ഇല്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള കുഞ്ഞായിരുന്നു എന്ന്. അവിടെ നിന്ന് ഇത്രയൊക്കെ പുരോഗതിയായി.
അവ്യക്തമായിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നു, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കുന്നു, ഇത്രയൊക്കെ ആയി. ഇനി നാളെ ഇവനെ എങ്ങനെയായി കാണണം എന്നാണ് ആഗ്രഹം? അവന് ഡോക്ടറായി കാണണം. അത് എന്താ, ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വലുതായിട്ട് കണ്ടത് ഡോക്ടർ തരീസ് സാറിനെയാണ്. ഡോക്ടർ തരീസ് സാറിനെക്കാട്ട് വലിയ ഡോക്ടറായിട്ടാണ് കാണണം. നല്ല, അതായത് നന്മ ചെയ്യുന്നവനായിട്ട് മാറണം. ഇവൻ്റെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങളൊക്കെ മാറുമെന്നും 2 കാലിൽ എഴുന്നേറ്റ് നടക്കുമെന്നും ഇങ്ങനെ പഠിച്ച് ഇവനൊരു ഡോക്ടറായി മാറാൻ കഴിയുമെന്നും ഒക്കെ ആണോ ഡോക്ടർമാരുടെ ഇപ്പോഴത്തെ നിഗമനം? അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ശരിക്കും ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഡോക്ടർ തരീസ് സാറിൻ്റെ സംസാരത്തിലാണ്. ഡോക്ടർ സാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞു വാവ ഇരിക്കുന്ന കുട്ടിയായിട്ടും സംസാരിക്കുന്ന കുട്ടിയായിട്ടും തിരിച്ചറിയുന്ന കുട്ടിയായിട്ടും ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞു. തമ്പുരാൻ എന്തോരം വലുതാക്കിയെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ രണ്ടിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ തന്നെ പ്രവർത്തന ഫലമായിട്ട് ഇവൻ നന്നായി വരും, ഈ പറഞ്ഞ പോലെ ഡോക്ടറായി വരും എന്നാണ് രാഗിണി പ്രതീക്ഷിക്കുന്നത്. എൻ്റെ കുടുംബമാണ് വലുത്, എൻ്റെ അപ്പായമ്മയാണ് വലുത്, കൂടപ്പിറപ്പങ്ങളാണ് വലുത്. അതിനെയൊക്കെ ഞാൻ ഒതുക്കി നിർത്തി വാവയുടെ കൂടെ നിൽക്കുന്നത് സത്യമാണെങ്കിൽ നടക്കണം. വളരെ നന്ദി. നമസ്കാരം.